ഞാൻ സൈക്കോളജിസ്റ്റ് സ്വാതി ചന്ദ്രൻ. ലാലേട്ടന്റെ തുടരും സിനിമയിലെ ഒരു ക്യാരക്ടറിന്റെ അനാലിസിസ് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ആ ചിത്രം കണ്ടിട്ടില്ല എങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണരുത്. അപ്പോൾ നമ്മൾ ഏത് ക്യാരക്ടറിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു പക്ഷെ നിങ്ങൾക്ക് തമിഴിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ജോർജ് സാറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജോർജ് സാറിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളൊരു മാന്യനാണ്. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, വളരെ നന്നായിട്ട് ആളുകളോട് സഹകരിക്കുന്ന, പാട്ട് പാടുന്ന, ഡാൻസ് ചെയ്യുന്ന ജോർജ് സാറിനെയാവും നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്. സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ് എന്നല്ല ഞാൻ അവകാശപ്പെടാൻ പോകുന്നത്. പക്ഷേ ഒരു സൈക്കോളജിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നത് ജോർജ് സാർ ഒരു നാർസിസ്റ്റ് ആണെന്ന്. പലരും ഇപ്പോൾ നാർസിസം എന്നൊരു വേർഡ് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ജോർജ് സാർ ഒരു ഗുഡ് ഗൈ നാർസിസ്റ്റ് ആണ്. അതായത് ഈ ഒരു ചിത്രം തുടങ്ങുമ്പോൾ ലാലേട്ടൻ അവതരിപ്പിച്ച ഷൺമുഖത്തിനോട് വളരെയധികം നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ കാണുന്നത്, അല്ലെ? അതായത് ഒരു പരാതിയുമായിട്ട് അവിടെ ചെല്ലുന്നു, അപ്പോൾ തന്നെ പരിഹാരം. ഈ പരിഹാരം ഉണ്ടാക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ കീഴ് ജീവനക്കാരോട്, നമുക്ക് സിനിമ കണ്ടു തുടങ്ങുമ്പോഴത്തേക്ക് കഥ എങ്ങോട്ടാണ് പോണേന്നൊന്നും അറിയില്ലല്ലോ, അപ്പൊ തന്നെ ഒരു റാൻഡം ആയിട്ടുള്ള ഒരാളുടെ മുൻപിൽ വെച്ച് കീഴ് ജീവനക്കാരോട് അദ്ദേഹം പെരുമാറുന്ന ഒരു രീതി നമുക്കൊരു ഇച്ചിരി അസ്വസ്ഥത ഉണ്ടാക്കും. പക്ഷെ ആള് വില്ലനായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ അവിടെ തുടങ്ങുകയാണ് ജോർജ് സാറിന്റെ നാർസിസം. അതായത് മറ്റുള്ളവരുടെ മുൻപിൽ ഇംപ്രഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ജോർജ് സാർ വളരെ മാന്യനാകും. അദ്ദേഹം ആ ഒരു സമയത്ത്, ചിത്രം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെ ചെയ്തിട്ടാണ്, എന്തൊക്കെ ഒപ്പിച്ചു കൂട്ടിയതിനു ശേഷമാണ് അത്രയും ചിരിച്ചുകൊണ്ട് ലാലേട്ടനോട് പെരുമാറുന്നത് എന്ന് വളരെ നല്ലവനായ ഉദ്യോഗസ്ഥനായിട്ട് ആള് കാണിക്കുന്നത്, പ്രിറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാണുന്ന ഒത്തിരി ട്രേറ്റ്സ് നമ്മുടെ ജോർജ് സാറിനും ഉണ്ട്. അതായത് സെൽഫ് ഇമ്പോർട്ടൻസ്. അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അദ്ദേഹം പോലും അദ്ദേഹത്തിനെ വിളിക്കുന്നത് എന്താണ്? ജോർജ് സാർ എന്നാണ്. എവിടെ ചെന്നിട്ട് സംസാരിക്കുമ്പോഴും, അതായത് ഇപ്പൊ ഒരു സെന്റ് ഓഫ് കാണിക്കും ചിത്രത്തില്, ആ സമയത്ത് മേലുദ്യോഗസ്ഥർ ഇരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിനെ വിളിക്കുന്നത് ജോർജ് സാർ എന്ന് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ നാർസിസ്റ്റിക് ട്രേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എമ്പതി. പൊതുവെ നാർസിസ്റ്റുകൾക്ക് കാണാത്തൊരു കാര്യമാണ് എമ്പതി എന്ന് പറയുന്നത്. എമ്പതി എന്ന് വെച്ചാല് നമുക്ക് മറ്റൊരാളോട് തോന്നുന്ന, അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അദ്ദേഹത്തിന്റെ കണ്ണിൽ അദ്ദേഹം മാത്രമാണ് ഇമ്പോർട്ടന്റ്. അദ്ദേഹത്തിന് മറ്റാരോടും യാതൊരു തരത്തിലുള്ള അനുകമ്പയും ഇല്ല. തന്നെ ജോർജ് സാർ ഒരു കല്യാണ ആഘോഷത്തിന് പോണതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇതിലൊന്നും ഉൾപ്പെടാത്തൊരു വ്യക്തിയാണ് അവിടെ ഒരു പോലീസുകാരൻ. അപ്പൊ അയാളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അയാളുടെ പെങ്ങളെ ജീവിതത്തിലൊക്കെ കയറി ഇദ്ദേഹം വെറുതെ അനാവശ്യമായിട്ട് ഇടപെട്ട് പെട്ടെന്ന് കാര്യം നേടാൻ വേണ്ടിയിട്ട് ഒരു കഥയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ആളുകളെ വളരെ തന്ത്രപൂർവ്വം എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ട്രാപ്പിലാക്കാം എന്നൊക്കെ ജോർജ് സാറിന് കൃത്യമായിട്ട് അറിയാം. എല്ലാ നാർസിസ്റ്റുകളെയും പോലെ ഒരു കഥയൊക്കെ ഉണ്ടാക്കുന്നത് പെട്ടെന്നാണ്. അതായത് പ്രത്യേകിച്ച് ആലോചനകളില്ല, പ്രത്യേകിച്ച് മുൻകരുതലുകളില്ല, ഒന്നുമില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ഒരു കഥ ഉണ്ടാക്കണം. ആ കഥ കൃത്യമായിട്ട് ആളുകളോട് എക്സിക്യൂട്ട് ചെയ്യുക, തന്റെ ആവശ്യം നേടിയെടുക്കുക. ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് നമ്മുടെ ചിത്രത്തിലെ ജോർജ് സാറിന് ഉള്ളത്. നാർസിസ്റ്റുകളിൽ പൊതുവായി കാണുന്നതാണ് എൻടൈറ്റിൽമെന്റ് ഇഷ്യൂസ്. എൻടൈറ്റിൽമെന്റ് ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കൊരു കാര്യം നേടണമെങ്കിൽ എങ്ങനെയും ഞാനത് നേടും എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ജോർജ് സാറിനും ഇതേ പ്രശ്നമുണ്ട്. അദ്ദേഹം എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് നേടാൻ ഏത് എക്സ്ട്രീം വരെ അദ്ദേഹം പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആരൊക്കെ ബാധിക്കപ്പെടുന്നു, ആർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല. എല്ലാ നാർസിസ്റ്റുകൾക്കും ഈ ഒരു പ്രശ്നമുണ്ട്. അവർ വിചാരിക്കുന്നത് അവർക്ക് കാര്യങ്ങൾ നേടാനുള്ള അവകാശമുണ്ട്, അത് കിട്ടാൻ അവർക്ക് എന്തും ചെയ്യാം, അവർക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ്. അതുപോലെ നാർസിസ്റ്റുകളിൽ കാണുന്ന ഒരു ഫീച്ചറാണ് അവർക്ക് കുറച്ച് അരഗൻസ്, അല്ലെങ്കിൽ കുറച്ച് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ഇവിടെ ജോർജ് സാർ എല്ലാരെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് മകളെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ റാൻഡമായിട്ട് വരുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ, പല രീതിക്കും അദ്ദേഹത്തിന്റെ കൺട്രോൾ അദ്ദേഹം ആളുകളിലേക്ക് എടുക്കുന്നു. നാർസിസ്റ്റുകൾക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, അവർ വളരെ സ്പെഷ്യലാണ്, അവർ വളരെ യുണീക്ക് ആണ് എന്നുള്ളത്. അപ്പൊ ജോർജ് സാർ ഒരു ഡയലോഗ് പറയും, ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ മുമ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ നീ ജോർജ് സാറിനെ ഇനിയും മനസ്സിലാക്കണം എന്നുള്ളത്. അതായത് ഒരു വ്യക്തിയെന്നതിൽ അദ്ദേഹം വിചാരിക്കുകയാണ് ആരും തനിക്ക് എതിരാവാൻ സാധ്യതയില്ല, താൻ അത്രയ്ക്കും സ്പെഷ്യലാണ്, താൻ അത്രയ്ക്കും യുണീക്ക് ആണ് എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. ലാലേട്ടന്റെ ഷൺമുഖം എന്ന് പറയുന്നത് വളരെയധികം എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ആ ചിത്രം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന് വണ്ടിയോടും മുൻപ് പരിചയപ്പെട്ട മനുഷ്യരോടും ഒരു ബന്ധമില്ലാത്ത ആളുകളോട് പോലും എമ്പതി തോന്നുന്ന വളരെയധികം ഹൈലി എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അയാളെ ഒരു ക്രൈമിൽ കൂടെ നിർത്തുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഇദ്ദേഹത്തിന്റെ മാനിപ്പുലേഷൻ വർക്ക് ആവില്ല എന്ന് കാണുമ്പോഴത്തേക്ക് ത്രെറ്റനിങ് ആണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. അപ്പൊ ത്രെറ്റനിങ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഒരാളെ കൊന്നു, വേണമെങ്കിൽ ഒരാളെ കൊല്ലാൻ എനിക്ക് യാതൊരുവിധ മടിയില്ല. അപ്പൊ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരൻ അത്തരത്തിലുള്ള ഭീഷണിയുടെ മുന്നിൽ പെട്ടുപോകാറുണ്ട്. അപ്പൊ നാർസിസ്റ്റുകളുടെ കൂടെ ജീവിക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ
പുരുഷന്മാർ തന്നെ ആയിക്കോട്ടെ, അവർ പറയുന്ന ഒരു കാര്യമാണ് ത്രെട്ടണിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭീകരമായ ഭീഷണികളായിരിക്കും. ഇവരിത് ചെയ്യില്ല എന്ന് നമുക്ക് തോന്നില്ല. അപ്പൊ നമ്മൾ ഈ പേടിയിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ടു യൂസ് അതേഴ്സ് ടു അച്ചീവ് ദിയർ നീഡ്സ്. ഇത് നാർസിസ്റ്റുകൾക്കുള്ള ഒരു ട്രേറ്റ് ആണ്. അതായത് മറ്റുള്ളവരെ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുധീഷ് എന്ന ക്യാരക്ടറിനെ അദ്ദേഹം അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബെന്നി എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനെ, ഇപ്പൊ നീയാണ് അടുത്ത ആളാകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മാനിപ്പുലേഷൻ, ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. സ്വന്തം മകളെ പോലും അദ്ദേഹം കണക്കാക്കുന്നത് ഒരിക്കലും ഒരു കുട്ടിയുടെ സ്നേഹമൊന്നുമല്ല, അയാളുടെ ആ ഒരു ലെഗസി അല്ലെങ്കിൽ അയാൾക്കുണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്ന ആ ഒരു സ്റ്റാറ്റസ് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരാളായിട്ട് മാത്രമാണ് മകളെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു ടെക്നിക്കും അല്ലെങ്കിൽ നാർസിസ്റ്റുകളിൽ ഉണ്ടാവുന്ന ആ ഒരു ട്രീറ്റും എക്സിബിറ്റ് ചെയ്യും. നമ്മൾ ഈ സെഷനൊക്കെ എടുക്കുമ്പോൾ തന്നെ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുമായിട്ട് ജീവിക്കുന്നവർ വന്ന് ചോദിക്കുന്ന ഒരു സംശയമാണ്, ഇവർക്ക് മക്കളോട് സ്നേഹം ഉണ്ടോന്ന്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോഴും മകളോടുള്ള സ്നേഹം കൊണ്ടാണോ ഇദ്ദേഹം ഇതൊക്കെ ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ മകൾ അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിലേക്ക് പോകുന്നത് കൊണ്ടാണോ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് എന്നൊരു സംശയം ചിലർക്കെങ്കിലും തോന്നാം. നമ്മുടെ ജോർജ് കുട്ടി മകൾക്ക് വേണ്ടി ഒരാളെ കൊന്നതുപോലെ. പക്ഷെ ഇവിടുത്തെ കേസിൽ കുറച്ച് ഡിഫറെന്റ് ആണ് കാര്യങ്ങൾ. അദ്ദേഹത്തിന് മകളോടുള്ളത് സ്നേഹമല്ല, നാർസിസ്റ്റുകൾക്ക് മക്കളോടുള്ളത് ഒരു സ്നേഹമല്ല. അവർക്ക് വേണ്ടത് അവരുടെ ഈ പറയുന്ന പാരമ്പര്യം, സ്റ്റേറ്റസ് ഇതൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഒരു ജനറേഷനാണ്. അവർ നന്നായിട്ട് നോക്കാനായിട്ട്, അവരുടെ ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ജനറേഷനെയാണ് അവർക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ മകൾ അയാൾക്ക് യോജിക്കുന്ന ബന്ധത്തിലേക്കല്ല പോകുന്നത് കാണുമ്പോഴത്തേക്ക് ഇയാൾ പാനിക്കാവുന്നു. അപ്പൊ എങ്ങനെ ആ പയ്യനെ ചതിക്കുന്നു, ആ പയ്യനെ ഉപദ്രവിക്കുന്നു, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ദുരഭിമാനം മാത്രമാണ് അവിടെ ഉള്ളത്, അല്ലാണ്ട് മകളോടുള്ള അല്ലെങ്കിൽ മകളുടെ ഫ്യൂച്ചറിനോടുള്ള സ്നേഹമല്ല. കാര്യം ആ കുട്ടിയുടെ അമ്മയോട് കാണിക്കുന്നത് നമുക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും, ആ കുട്ടി എങ്ങനെ ഇയാളുമായിട്ട് പ്രണയത്തിലാകുന്നു എന്നൊക്കെ ചിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അതായത് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന അത്രയും നല്ല ട്രീറ്റ്മെന്റ് ഒന്നും അല്ല, പക്ഷെ വിളിക്കുന്നത് മകളെന്ന് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ കാണിക്കുന്നത് മകളോടുള്ള സ്നേഹം എന്ന് തന്നെയായിരിക്കും തോന്നുക. പിന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ലാസിക് ട്രേറ്റ് എന്ന് പറയുന്ന പോലെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഗുഡ് ഗൈ ആണ് ജോർജ് സാർ. ഇതൊക്കെ ചെയ്തു നമ്മൾ ചിത്രം കണ്ടതുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലായത്. ആ സെന്റ് ഓഫിന് ഇരിക്കുന്ന ആർക്കും മനസ്സിലായില്ലല്ലോ ജോർജ് സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, ജോർജ് സാർ ഒരു മാന്യനാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ മാന്യതയുടെ മുഖംമൂടി എല്ലാ തരത്തിലുള്ള ആളുകളും ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇറ്റ്സ് എ മാസ്ക് എല്ലാവരും ധരിക്കുന്നുണ്ട്, ഞാനും നിങ്ങളും ഒക്കെ. പക്ഷെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി ആ മാസ്ക് കുറച്ചും കൂടി ഭീകരമായ ആളായിരിക്കും അതിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ആ ഭീകരത്വം അയാൾക്ക് അറിയാൻ പോലും പറ്റണില്ല. അയാൾ പറയുന്നത് ഞാനൊരു മാന്യനാണ്. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് അവരെ തന്നെ ന്യായീകരിക്കാൻ സുഖമായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോഴും നമുക്ക് തോന്നും ഇതൊക്കെ ഒരു സംശയം മാത്രമല്ല എന്ന്. അല്ല, ജോർജ് സാർ തന്നെ പറയുന്നുണ്ട്, എന്റെ കുടുംബം എന്താണെന്ന് അറിയാമോ, ഞാൻ ആരാണെന്ന് അറിയാമോ, അതായത് ഞാൻ വലിയൊരാളാണ്, ആ എന്റെ മകളുമായിട്ട് നിനക്ക് എങ്ങനെ ബന്ധം വരും, ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അല്ലെങ്കിൽ കുടുംബത്തിന്റെ അന്തസ്, അയാളുടെ അന്തസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് സാധിക്കില്ല. നാർസിസ്റ്റുകൾക്ക് പൊതുവെ മക്കൾക്ക് വേണ്ടത് അവരുടെ അന്തസ്സുകൾ കീപ്പ് ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ്. അപ്പൊ അതല്ല എന്ന് കാണുമ്പോൾ ഒരു ദുർദ്ധയം അയാളോട് പെരുമാറാനും ഇവർക്കൊരു മടിയുമില്ല. പക്ഷെ ജോർജ് സാർ മാന്യനാണ്. വ്യക്തിയുടെ ജീവൻ ഇല്ലാണ്ടാക്കുക, അയാളുടെ കുടുംബത്തെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുക, സ്വന്തം മകളുടെ മാനസിക അവസ്ഥയോ തീരെ പരിഗണിക്കാതെ സ്വന്തം ആത്മാഭിമാനം മാത്രം നോക്കുക, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ക്രൂരതകളും ചെയ്തിട്ട് എല്ലാ നാർസിസ്റ്റുകളെയും പോലെ അദ്ദേഹം സമൂഹത്തിനെ പുച്ഛിച്ചുകൊണ്ട് ഹലോ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ നാർസിസ്റ്റുകളും. അവരുടെ മുഖം മൂടി അറിയാതിരിക്കുന്നവർക്ക് അവർ വളരെ മാന്യന്മാരായിരിക്കും. പക്ഷെ അവരെ കൊണ്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്തൊക്കെ തരം പീഡനങ്ങളാണ് ഇവരുടെ കൂടെ ജീവിക്കുമ്പോൾ നടക്കുന്നത് എന്നുള്ളത്. ജോർജ് സാറിൻ്റെത് പോലെ നാർസിസ്റ്റിക് ആയിട്ടുള്ളവരുടെ കഥ അവർ തന്നെയാണ് ഹീറോ. പക്ഷെ അവരെ കൊണ്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളിൽ പെട്ടുപോകുന്നത് നമ്മുടെ ഷൺമുഖത്തെ പോലെയുള്ള ഹൈലി എംപത്തറ്റിക് ആയിട്ടുള്ള പാവം മനുഷ്യരായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു നാർസിസ്റ്റിക് അബ്യൂസിലാണെങ്കിൽ അല്ലെങ്കിൽ ജോർജ് സാറിനെ പോലെ മുഖംമൂടി ധരിച്ചിരിക്കുന്ന മനുഷ്യരോടൊപ്പമാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ ചതിയിൽ പെടുന്നത് നിങ്ങളുടെ പ്രശ്നമല്ല, പക്ഷെ നിങ്ങൾക്ക് ആ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും.